ലോക ഭൂപടത്തിൽ വളരെ ചെറിയൊരു ജലപാതയാണ് ഹോർമുസ് കടലിടുക്ക്. എന്നാൽ ആഗോള സമ്പദ്വ്യവസ്ഥയുടെയും ഊർജ സുരക്ഷയുടെയും കാര്യത്തിൽ ഇതിനോളം നിർണായകമായ മറ്റൊരിടമില്ല. ഗൾഫ് മേഖലയിലെ നിർണായകമായ ഈ ജലപാത ഇന്ന് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിൻ്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 6 ദിവസങ്ങളായി തുടരുന്ന വ്യോമാക്രമണങ്ങളും തകർക്കപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും ഉയരുന്ന ആഗോള ആശങ്കകളും ഒരു കാര്യം വ്യക്തമാക്കുന്നു: നമ്മൾ ഒരു വലിയ ആഗോള പ്രതിസന്ധിയുടെ വക്കിലാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടം പെട്ടെന്നുണ്ടായ ഒന്നല്ല. ഹോർമുസ് കടലിടുക്കിലെ തന്ത്രപ്രധാനമായ നിയന്ത്രണം കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാര്യങ്ങൾ രൂക്ഷമായത്. അമേരിക്കൻ സൈന്യം തുടർച്ചയായി 6-ാം ദിവസവും ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. US സെൻട്രൽ കമാൻഡ് ഈ ആക്രമണങ്ങളെ ന്യായീകരിക്കുന്നത് ഇറാന്റെ സൈനിക ശേഷി ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ്. എന്നാൽ ഈ ആക്രമണങ്ങളുടെ സ്വഭാവം സൈനിക താവളങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇറാനിലെ ഖ്വേഷം ദ്വീപ്, ബന്ദർ അബ്ബാസ്, ബുഷേർ തുടങ്ങിയ പ്രദേശങ്ങളിലായി അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ രാജ്യത്തിൻ്റെ നട്ടെല്ലായ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടാണ്. പാലങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, വൈദ്യുത വിതരണ സംവിധാനങ്ങൾ എന്നിവ തകർക്കപ്പെട്ടത് സാധാരണക്കാരുടെ ജീവിതത്തെ ദുരിതത്തിലാക്കി. ഇതുവരെ 8 പേർ കൊല്ലപ്പെട്ടതായും 20-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇറാന്റെ ഏക ആണവ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ബുഷേറിലും ആക്രമണമുണ്ടായി. ഈയൊരു ആക്രമണത്തോടെ കാര്യങ്ങൾ എത്ര ഗുരുതരമാണെന്ന് കാണിക്കുന്നു. അമേരിക്കൻ ആക്രമണങ്ങളെ രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനം എന്നാണ് ഇറാൻ വിശേഷിപ്പിക്കുന്നത്. സൈനിക കേന്ദ്രങ്ങൾക്ക് പുറമെ സാധാരണ ജനങ്ങളെ ലക്ഷ്യമിടുന്ന അമേരിക്കയുടെ നടപടി യുദ്ധക്കുറ്റമാണെന്ന് ഇവർ ആരോപിക്കുന്നു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ഇതിനോടകം തന്നെ ശക്തമായ തിരിച്ചടികൾ നൽകിയിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നു. ഒമാനിലെ അമേരിക്കൻ സമുദ്ര നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങൾ, കുവൈറ്റിലും ബഹറിലുമുള്ള ചില കേന്ദ്രങ്ങൾ, സിറിയയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ എന്നിവയ്ക്കു നേരെ തങ്ങൾ ആക്രമണം നടത്തിയെന്നാണ് IRGCയുടെ പ്രസ്താവന. ഹോർമുസ് കടലിടുക്കിനെ സംബന്ധിച്ച് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ് വളരെ വ്യക്തമാണ്. 40 ദിവസം നീണ്ട യുദ്ധത്തിനു മുമ്പുണ്ടായ അവസ്ഥയിലേക്ക് ഹോർമുസ് കടലിടുക്ക് ഇനി ഒരിക്കലും മടങ്ങില്ല. ലോകത്തിലെ മൊത്തം എണ്ണ കയറ്റുമതിയുടെ വലിയ ഭാഗം കടന്നു പോകുന്നത് ഈ കടലിടുക്കിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഓരോ ചലനവും ലോകത്തെ ഓരോ രാജ്യത്തിൻ്റെയും ഇന്ധന വിലയെ നേരിട്ട് ബാധിക്കും. നിലവിൽ ഈ ജലപാത അടഞ്ഞു കിടക്കുകയാണ്. അന്താരാഷ്ട്ര ഊർജ ഏജൻസി നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ സ്ഥിതി മെച്ചപ്പെട്ടില്ലെങ്കിൽ ലോകം വലിയൊരു ഊർജ പ്രതിസന്ധിയെ നേരിടേണ്ടി വരും. എണ്ണ വിതരണ തടസ്സങ്ങൾ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ഇത് ഗതാഗതം, ഉൽപ്പാദനം തുടങ്ങിയ എല്ലാ മേഖലകളെയും തകർക്കും. അമേരിക്ക ഒമാൻ ഉൾക്കടലിൽ ഒരു എണ്ണക്കപ്പൽ പിടിച്ചെടുത്തതായും ഇറാൻ തുറമുഖങ്ങൾക്കെതിരായ ഉപരോധം ശക്തമാക്കിയതായും സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നു. ഇതെല്ലാം ആഗോള വ്യാപാരത്തെ തകിടം മറിക്കുന്ന നടപടികളാണ്. ഈ സംഘർഷത്തിനിടയിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നടത്തിയ പ്രസ്താവനകൾ നയതന്ത്ര തലത്തിൽ പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറുകളെ അട്ടിമറിക്കാൻ ഇസ്രയേൽ സർക്കാരിലെ ചില അംഗങ്ങൾ ശ്രമിച്ചതായി വാൻസ് ആരോപിച്ചു. സമാധാനം ഉണ്ടാക്കാൻ ഇസ്രയേലിലെ ചിലർ ആഗ്രഹിക്കുന്നില്ലെന്നും സൈനിക നടപടി തുടരാനാണ് അവർക്ക് താൽപ്പര്യമെന്നും വാൻസ് തുറന്നടിച്ചു. അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളലുകൾ പുറത്തു കൊണ്ടുവരുന്നതാണ് ഈ പരാമർശങ്ങൾ. സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തി കൂടിയായ വാൻസിൻ്റെ ഈ ആരോപണം ഇസ്രയേലിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഒരു വശത്ത് ആക്രമണം നടക്കുമ്പോഴും നയതന്ത്ര ചർച്ചകൾക്ക് സാധ്യതയുണ്ടെന്ന് വൈറ്റ് ഹൗസ് പറയുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം അതീവ സങ്കീർണമാണ്. പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത് ചർച്ചാ മേശയിലേക്ക് ഇറാൻ എത്തിയിട്ടില്ലെങ്കിൽ രാജ്യത്തെ തകർക്കുമെന്നാണ്. എന്നാൽ ഇറാൻ പറയുന്നത് ദേശീയ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു കരാറും തങ്ങൾ അംഗീകരിക്കില്ലെന്നാണ്. സാധാരണ ജനങ്ങളെയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും മനഃപൂർവ്വം ആക്രമിക്കുന്നത് യുദ്ധക്കുറ്റമായി കണക്കാക്കുമെന്നും ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടൂർക്ക് മുന്നറിയിപ്പ് നൽകിയതും ഈ സാഹചര്യത്തിലാണ്. ഹോർമുസ് കടലിടുക്കിലെ ഈ സംഘർഷം വെറുമൊരു 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് ലോകത്തിൻ്റെ സുസ്ഥിരതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. എണ്ണ, ഊർജം, നയതന്ത്ര അധികാരം എന്നിവയെല്ലാം കോർത്തിണക്കിപ്പെട്ട ഈ ജലപാതയിലെ തീ ഒടുങ്ങണമെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ അടിയന്തരമായ ഇടപെടൽ അത്യാവശ്യമാണ്. താൽക്കാലിക ലാഭങ്ങൾക്കും ആധിപത്യത്തിനും ഉപരിയായി ലോക ജനതയുടെ അതിജീവനത്തിനായി വിട്ടുവീഴ്ചകൾ ചെയ്യാൻ ഇരു രാജ്യങ്ങളും തയ്യാറാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.
ഹോർമൂസ് കടലിടുക്ക് വീണ്ടും പഴയതുപോലെ സജീവമാകുമോ, അതോ അത് ലോകത്തെ മറ്റൊരു വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയിലാണ് ഇന്ന് ലോകം.